السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവന്റെ സൗഭാഗ്യങ്ങളിലൊന്ന് അവൻ ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ആ പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമായി തീരുക എന്നുള്ളത് ഏറെ സൗഭാഗ്യകരമായ ഒരവസ്ഥയാണ്. കാരണം പലപ്പോഴും നാം അറിയാതെയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ ചുറ്റുപാടുകളുടെ സ്വാധീനമോ നിമിത്തം ഒരു തിന്മയ്ക്ക് വശംവദനായി കഴിഞ്ഞാൽ പിന്നീട് കാലങ്ങളോളം നമ്മളുടെ മനസ്സിനെ ആ തിന്മ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും അങ്ങനെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഉറക്കവും സ്വസ്ഥതയും പോലും നഷ്ടമായി തീരുകയും ചെയ്യാറുണ്ട്. നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, നമ്മളുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നതും ആ നിലയിൽ നാം പ്രവർത്തിക്കുന്നതും എന്തുകൊണ്ടാണ്? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വചനമുണ്ട്. ആ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്: യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഏതൊരു മനുഷ്യനും പ്രപഞ്ചരക്ഷിതാവായ അല്ലാഹുവിങ്കലേക്ക് എത്തിച്ചേരുന്ന ദിവസം അവന്റെ ജീവിതത്തിലെ സമ്പത്തോ അവന്റെ സന്താനങ്ങളോ ഒന്നും അവന് പ്രയോജനം ചെയ്യുന്നില്ല. സുരക്ഷിതമായ മനസ്സുമായി പാപങ്ങളുടെ കറകൾ കൊണ്ട് മലീമസമായി തീരാത്ത ഹൃദയവുമായി തന്റെ റബ്ബിനെ കണ്ടുമുട്ടിയവനൊഴികെ ഒന്നും പരലോകത്ത് പ്രയോജനപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ പാവങ്ങളുടെ കറകളുമായി മൂടപ്പെട്ട ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ കാണാൻ നമ്മൾക്ക് ആ ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയാതിരിക്കണം. മറിച്ച് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായി സുരക്ഷിതമായ മനസ്സോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയണം. അങ്ങനെ നാം ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾക്ക് നമ്മൾക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കാൻ പര്യാപ്തമായ ചില കാര്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പാപങ്ങൾ ചെയ്തുപോയ അടിമകൾക്ക് പുറത്തു കൊടുക്കാനും മാപ്പ് ചെയ്യാനുമായി കരുണയുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര മാർഗങ്ങളാണ് നമുക്ക് മുന്നിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാം നിസ്സാരമായി കാണുന്നതും അല്ലാത്തതുമായ നിരവധി കർമ്മങ്ങൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പാപങ്ങൾ പുറത്തു തരുന്നു. അതിൽ ഒന്നാമത്തേത് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്: ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഔസിനി. ഞാൻ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് എനിക്ക് ഏറ്റവും നല്ല നിലയിലുള്ള സതുപദേശങ്ങൾ തരാൻ വേണ്ടി ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടുകയുണ്ടായി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഉപദേശം ആവശ്യപ്പെട്ടുകൊണ്ട് ചെന്ന എന്നോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ്: ഖാല ഇദാ അമിൽത സയ്യിഅതൻ ഫഅത്ബിഅഹാ ഹസന തംഹുഹാ. ഒന്നാമതായി റസൂലുള്ള പറഞ്ഞു, നീ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ തുടർന്ന് നന്മകൾ നീ ജീവിതത്തിൽ നിലനിർത്തുക. അങ്ങനെ നീ നന്മ ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിനെ ആ നന്മകൾ മായ്ച്ചു കളയും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു: ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അമിനൽ ഹസനാത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ചൊല്ലിയാൽ അതൊരു നന്മയിൽ ഉൾപ്പെടുമോ? എന്റെ തിന്മകൾ അല്ലാഹു തആല പുറത്തു മാപ്പ് നൽകാൻ പര്യാപ്തമായ നിലയിലുള്ളതായ നന്മകളിൽ ഞാൻ എന്റെ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടുത്തപ്പെടുമോ എന്ന് ചോദിക്കുകയുണ്ടായി. കാല അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഹിയ അഫ്ളലുൽ ഹസനാത്തി. അത് നന്മകളിൽ ഏറ്റവും ഉത്തമമായതാണ് എന്ന്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. വളരെ ലളിതമായി
നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകളിൽ നിന്ന് മോചനം ലഭ്യമായി തീരാൻ പര്യാപ്തമായ ഒരു കാര്യം പഠിപ്പിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലുന്നത് പോലും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായി തീരുമെന്നാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ ധാരാളമായി നമ്മളുടെ ജീവിതത്തിൽ അധികരിപ്പിക്കണം. തെറ്റുകൾ സംഭവിക്കുമ്പോൾ നന്മകൾ ഏതുമാകട്ടെ അവ ധാരാളമായി ചെയ്യാൻ ശ്രമിക്കണം. അത് ഖുർആൻ പാരായണമാകാം, ദിക്ർ ചൊല്ലലാകാം, അല്ലെങ്കിൽ മറ്റിതര നന്മകളാകാം. ഏത് നന്മകളാണെങ്കിലും ആ നന്മകൾ ധാരാളമായി നാം വർദ്ധിപ്പിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകൾക്ക് ആ നന്മകളിലൂടെ പ്രായശ്ചിത്തം നേടിയെടുക്കാൻ കഴിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നമ്മളൊന്ന് തിരിച്ചറിയുക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ വിശുദ്ധമായ വചനത്തിന്റെ പുണ്യം എത്രയാണ് എന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം ചൊല്ലുകയാണ്. കാനത് ലഹു അദ്ല അശ്രി റിഖാബ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം 10 അടിമകളെ മോചിപ്പിച്ചവനെ പോലെയും, അതോടൊപ്പം അവനെ സംബന്ധിച്ചിടത്തോളം കുത്തിബത്ത് ലഹു മിഅത്തു ഹസനത്തിൻ 100 നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത ആളെപ്പോലെയായിത്തീരും. അത് മാത്രവുമല്ല, വമുഹിയത് അൻഹു മിഅത്തു സയ്യിഅ 100 തിന്മകൾ അവനിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുകയും ചെയ്യും. അത് മാത്രവുമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വകാനത് ലഹു ഹിർസം മിനശ്ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസി. ആ ദിവസം വൈകുന്നത് വരേക്ക് അവന് അല്ലാഹുവിങ്കൽ നിന്ന് പിശാചിനെതിരിൽ ഒരു സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്ന നന്മകളെക്കുറിച്ചാണ്. തീർച്ചയായും ഇത്തരത്തിൽ പല കാര്യങ്ങളും നമ്മളുടെ തിന്മകൾ മായ്ക്കപ്പെടാൻ പര്യാപ്തമായി ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിലുള്ള നന്മകൾ ജീവിതത്തിൽ നിലനിർത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.